എന്ത് ചെയ്യാനറിയാ? എന്ത് ചെയ്തിട്ട് ഒരു ഗതി പിടിക്കുന്നില്ല. എനിക്കൊരു 50,000 രൂപ റെഡിയാക്കി തരുവാണെങ്കിൽ അടുത്ത മാസമാണ് അതിന്റെ ഓപ്പറേഷൻ. നീ പേടിക്കണ്ട, ഞാൻ ഈ പൈസ 2 ദിവസം കഴിയുമ്പോൾ ഡബിൾ ആക്കി തരാം. പേഷ്യൻ്റെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് സർജറി എത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ അഡ്വാൻസ് ഒക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. ശരി ഡോക്ടറെ, ഞാൻ അത് അറേഞ്ച് ചെയ്യാം. വിളിക്കുന്നുണ്ട്. ആ പറയക്കാ. അസലമേ, ആ പൈസ ഇന്ന് തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോടാ? അനിയന് ഓപ്പറേഷൻ ഇന്ന് തന്നെ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാടാ പറയുന്നത്. അയക്കാ, ഞാൻ ഇന്ന് തന്നെ അറേഞ്ച് ചെയ്യാം. മറ്റേ ഷെഫീക്കെ വിളിച്ചേ, ഇല്ല ഫണ്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാനെന്ന്. നീ സൈനൊന്ന് വിളിച്ചേ. The caller is either switched off and not സ്വിച്ച് ഓഫാ. സ്വിച്ച് ഓഫാ? ഇനി അവനെ കാണാൻ ചതിച്ചാണോ നമ്മളാ? അടുത്ത് ഞാൻ ഇനി എന്താ പറയും? എന്നെ അത്ര വിശ്വസിച്ച് തന്നെയല്ലേടാ പുള്ളി. നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെ ഫോൺ വരുമ്പോ നീ എടുക്കാതിരുന്നാ പോരെ? നമുക്ക് കുറച്ചാൾ ഇവിടുന്ന് മാറിയിരിക്കാം, അപ്പോഴത്തേക്ക് ഇതൊക്കെ തണുക്കും. ഇവനെന്താ എടുക്കാത്ത? എന്നാലും നമ്മളീ കാണിക്കുന്ന ശരിയാണാടാ? എടാ, ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന തന്നെയാ. കുറച്ചാൾ കഴിയുമ്പോ അങ്ങേരെ തന്നെ ഇതൊക്കെ മറക്കും. ഇനിയുള്ള കാലമെങ്കിലും സുഹൃത്ത് ബന്ധം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആർക്കും പൈസ കടം കൊടുക്കാതിരിക്കുക.